ഹലോ, ഇന്ന് കാണിക്കാൻ പോകുന്നതേ ഒരു മോഡുലാർ കിച്ചണാണ്. മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് 1,00,000 രൂപ മുതൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന മനോഹരമായ കിച്ചൻ്റെ വിശേഷങ്ങളാണ്. ഇതിനു മുന്നേ നിങ്ങൾ സ്റ്റീൽ കിച്ചനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? നമ്മൾ മോഡുലാർ കിച്ചൺസ് അല്ലെങ്കിൽ വാർഡ്രോബ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് പല മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ WPC വുഡൻ പോളിമർ കോമ്പോസിറ്റ്, അതുപോലെ തന്നെ HDHMR, മറൈൻ പ്ലൈവുഡ്, അലൂമിനിയം, ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിൽ പല പ്രോഡക്റ്റുകളും ചെയ്യാറുണ്ട്. എന്നാൽ ഈ സ്റ്റീൽ കിച്ചൻ്റെ കുറച്ചധികം പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ഈസി ഇൻസ്റ്റാളേഷനാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. നമുക്കൊരു 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ കിച്ചണിലേക്ക് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് പ്രോഡക്റ്റുകളെ അപേക്ഷിച്ചിട്ട് ഇത് തീ പിടിക്കില്ല, ചിതലെടുക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏതൊരു പോർഷനും നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു സ്റ്റീൽ കിച്ചൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഇറ്റ്സ് മീ സുനി. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. നമ്മളെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനെന്നുള്ളത് ബെത്തൽവിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഇതിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് കോർഡിനേറ്ററുള്ള അനന്തബ്രോയാണ്. അനന്തബ്രോ, ഒരുപാട് മെറ്റീരിയലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് നിങ്ങൾ എത്തി? ബേസിക് ആയിട്ട് നമ്മൾ ഈ ബെത്ത് ലിവിംഗ് എന്ന് പറയുന്നത് സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു വീടിന്റെ ഫുൾ വർക്ക്, അതായത് കിച്ചൺ തൊട്ട് ബെഡ്റൂം, വാർഡ്രോബ്സ്, അങ്ങനെ ഒരു വിധപ്പെട്ട ഫുൾ ഇന്റീരിയർ വർക്ക് ഇൻക്ലൂഡിംഗ് ഫർണിച്ചർ ഉൾപ്പെടെ നമുക്ക് കറന്റ് ഇപ്പം വരുന്നുണ്ട്. സ്റ്റീൽ വെച്ചുകൊണ്ട് ഒരു ഫുൾ വർക്ക്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി ആണ്. നമുക്ക് മറ്റ് മെറ്റീരിയൽ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് സ്റ്റീലിനുള്ള ബെനിഫിറ്റ് വെച്ചാൽ മെറ്റലാണ്. മെറ്റലിന്റെ ഡ്യൂറബിലിറ്റി മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവനൈസ്ഡ് സ്റ്റീലും, രണ്ടെന്ന് പറഞ്ഞാൽ 304 അല്ലെങ്കിൽ 202 ഗ്രേഡിലെ സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നമുക്ക് ബേസിക്കലി അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഗാൽവനൈസ്ഡ് സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സ്റ്റീലിന്റെ ടോപ്പിൽ സിങ്കിന്റെ കോട്ടിങ്, അതുപോലെ പ്രോസ്പെക്ട് കോട്ടിങ്, അതിന്റെ ടോപ്പിൽ എപ്പോക്സി എന്നുള്ള, അതായത് 3 ലെയർ കോട്ടിങ് കഴിഞ്ഞ് വരുന്ന ഒരു മെറ്റലാണ് ഈ GI സ്റ്റീൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു കിച്ചൺ കാണുവാണെന്നുണ്ടെങ്കിൽ ഈ കളറായിട്ടുള്ള പോർഷൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു GI സ്റ്റീല് ഡബിൾ ലെയർ പ്രോഡക്റ്റിൽ ചെയ്തിരിക്കുന്ന ഡബിൾ ലെയർ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഡ്യൂറബിലിറ്റി കുറിച്ചിട്ട് പറഞ്ഞല്ലോ. ഇതിന് നിങ്ങൾ ബെത്ത് ലിവിംഗ് കൊടുക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ എത്ര വർഷമാണ് ഇതിന്റെ വാറണ്ടി? നമുക്ക് ഇതിപ്പം ഏത് മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് 15 വർഷമാണ് വാറണ്ടി വരുന്നുണ്ട്. 15 വർഷം നമ്മൾ ഇൻക്ലൂഡിങ് നമ്മുടെ ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉള്ള വാറണ്ടി ആയിരിക്കും. വാറണ്ടി 15 വർഷം ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു 30-40 കൊല്ലത്തേക്കായിരിക്കും. കാരണം വാറണ്ടിയുടെ എക്സ്ട്രാ ആയിരിക്കും അതിന്റെ ലൈഫ് എന്ന് എപ്പോഴും ബേസിക്കലി വരുന്നുണ്ടാവും. അപ്പോൾ ഒരു നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനും കൂടെ, അതായത് അടുത്ത തലമുറയ്ക്കും കൂടെ യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള ഒരു കിച്ചൺ ആണ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇതൊരു 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് പറയുന്നത്. അത് ശരിക്കും എന്താണ് അതിന്റെ റൂട്ടൻസ്? ഇത് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരാണ് നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടുന്ന് ഡയറക്റ്റ് ഇത് ഓരോ ബോക്സ് ആയിട്ട് സെപ്പറേറ്റ് പീസ് ആയിട്ട് മോഡ്യൂൾസ് വൈസ് ആയിട്ടായിരിക്കും ഇത് കസ്റ്റമർ സൈഡിൽ എത്തുന്നുണ്ടാവും. അപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കസ്റ്റമർ ആ ഒരു വർക്ക് ചെയ്യുന്ന ഏരിയാസ് ഫുള്ള് നമുക്ക് ആവശ്യം വരുന്നില്ല. ഇത് ജസ്റ്റ് നമ്മളെ ക്യാബിനറ്റ് കൊണ്ടുവെക്കുന്നു. നമ്മുടെ ടെക്നീഷ്യൻ ഇത് പിറ്റി നമ്മുടെ വണ്ടിയുടെ ഒക്കെ നട്ട് ആൻഡ് ബോൾട്ട് കണക്ട് ചെയ്യുന്നില്ല, സെയിം ടെക്നോളജിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു മാക്സിമം ഒരു 4 to 5 hours നമുക്ക് ഒരു കിച്ചൺ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് കട്ട് ചെയ്ത് മൊത്തം ഡസ്റ്റും ആ സമയത്ത് പിന്നെ ഇത് PU പെയിന്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ വേറെ ഒരു വർക്കും ചെയ്യാനായിട്ടും സാധിക്കില്ല. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ചോദിക്കുന്നത്, സാധാരണ ഇത്തരം മോഡുലാർ കിച്ചൺസിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നതിന്റെ ആക്സസറീസ് ആണ്. ഇതിൽ എന്താണ് ഇതിൽ വരുന്ന ആക്സസറീസ്? ബേസിക്കലി നമുക്കിപ്പം ഈ കിച്ചൺ ഏരിയയിലാണെന്നുണ്ടെങ്കിലും ബാത്റൂംസിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓൺ ആക്സറീസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതിന് ഈ പറഞ്ഞോട്ട് ഇൻബിൽട്ട് ആയിട്ട് ആ മൊഡ്യൂളിനകത്ത് ആക്സറീസ് ഉണ്ടാവും. നമ്മൾ വേറൊരു ഇത് വെച്ച് ചെയ്തിട്ട് കസ്റ്റമർ പിന്നീട് ആക്സസറീസ് പുറത്തൊന്നും മേടിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരത്തില്ല. ഓൾറെഡി നമ്മൾ ഈ കൊട്ടേഷൻ കൊടുക്കുന്നതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈനകത്ത് ഇൻക്ലൂഡിംഗ് ആക്സസറീസ് ഉൾപ്പെടുന്ന കോസ്റ്റ് ആയിരിക്കും കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടാവും. അതും ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്സറീസ് ഉണ്ട്. ഇപ്പോൾ ഡ്രോയർ ടൈപ്പിലാണെങ്കിലും കോർണർ ടൈപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ടോളിയോണിലാണെങ്കിലും നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്സറീസ് നമുക്ക് ബേസിക്കലി അവൈലബിൾ ആണ്. ഇതിലിപ്പോ ഞാൻ ഹുഡ് ആൻഡ് ഹോബ് ശ്രദ്ധിച്ച സമയത്ത് ഇപ്പൊ ഇതിനകത്ത് ബെത്ത് ലിവിംഗ് ഇത് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണോ? അതെ, ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പൊ ഇതിന്റെ ഹുഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഹോബ് ആണെന്നുണ്ടെങ്കിലും ഇതും ബേസിക്കലി നമ്മുടെ ഓൺ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. കസ്റ്റമർക്ക് നമ്മുടെ ഇന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരും. നമുക്ക് ഇനി മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇതിന്റെ ആക്സസറീസിനെ കുറിച്ചിട്ടാണ്. എപ്പോഴും നമ്മൾ ആക്സസറീസിന് വലിയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത്തരം പ്രോഡക്റ്റുകളിൽ.
അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിൽ എന്തിൻ്റെ ആക്സസറീസ് ആണ്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ആക്സസറീസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ലൈക്ക് ഹിഞ്ചസ്, അതുപോലെ തന്നെ നമ്മുടെ സ്ലൈഡർ, അത്തരം യൂണിറ്റുകൾ. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ആക്സറീസിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഓൺ ആക്സറീസ് തന്നെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതിപ്പോൾ ഈ ഹിഞ്ചസിന്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ സ്ലൈഡറിന്റെ കേസിലാണെങ്കിലും നമ്മുടെ ഓൺ പ്രോഡക്റ്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഹിഞ്ചസ് വരുന്നത്. ഇത് ഫുള്ളി 304 SS ഹിഞ്ചസ് ആണ്, ഫുള്ളി സോഫ്റ്റ് ക്ലോസിംഗ് ഹിഞ്ചസ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിന് ഈ ഒരു നോയിസ് ഫ്രീ എന്നുള്ളൊരു ടാഗ് വരാനായിട്ടുള്ള കാര്യം ഈ ഒരു ഹിഞ്ചസ് ആണ്. കാരണം നമുക്ക് ഡോർ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ടൈമിൽ യാതൊരു വിധത്തിലുള്ള നോയിസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഫുള്ളി സോഫ്റ്റ് ക്ലോസിംഗ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ശരിക്കും ഇതിൻ്റെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു, അത് ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അത് എത്ര രസമായിട്ടാണ് ക്ലോസ് ആവുന്നത് നോക്കി. അത് തന്നെയാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു സൗണ്ട് ഇല്ലാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു കോർണറാണ് അല്ലേ? അതെ, ഇത് നമുക്ക് ബേസിക്കലി മാജിക് കോർണർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. അതായത് ആക്സസറീസ് ഉള്ള ഒരു കോർണർ യൂണിറ്റ്. ശരി. നമുക്ക് ഇതിന്റെ തന്നെ കോർണറിന് 2-3 ടൈപ്പ് ആക്സറീസ് ഉണ്ട്. ഇപ്പൊ കസ്റ്റമർക്ക് ഈ ആക്സറീസ് ഇല്ലാത്തത് മതി, നോർമൽ ഷെൽഫ് ഉള്ളത് മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ശരി. പിന്നെ വരുന്നത് 3 ഡ്രോയർ. അതെ, 3 ഡ്രോയർ നമുക്ക് ഇതുപോലെ പ്ലേറ്റ് അല്ലെങ്കിൽ കട്ട്ലറി കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള, ഇത് വയേർഡ് ബാസ്ക്കറ്റ് ആണ്. നമുക്ക് ഇതിന്റെ ടോപ്പിൽ കട്ട്ലറി വെക്കാനായിട്ട് വേറൊരു ട്രെയിൻ കൂടെ അവൈലബിൾ ആയിരിക്കും. പിന്നീട് വരുന്ന ടാൻഡം ബോക്സ് എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഒരു 45 kg കപ്റ്റ് വരെ വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. 45 kg. അതെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്ലൈഡറിനെ നോക്കുമ്പോഴത്തേക്കും ഈ സൈഡിലായിരിക്കും വരുന്നുണ്ടാവും. നമ്മുടെ ഇതിന്റെ ഒരു സ്ലൈഡർ എന്ന് പറയുന്നത് അടിയിലാണ് വരുന്നത്, 2 അടി എൻഡിൽ താഴെയായിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു മൊഡ്യൂളിന് ഇത്ര ഒരു വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റി കിട്ടാനുള്ളൊരു ഓപ്ഷൻ. പിന്നീട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബോട്ടിൽ പുൾ ഔട്ട് യൂണിറ്റ്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മുടെ GI സ്റ്റീലാണ് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആക്സസറീസ് സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടത്. പക്ഷെ അത് കാണാനും ഭംഗിയുണ്ട് കേട്ടോ, ഒരു കളറിനകത്തേക്ക് ആ ഒരു എസ്എസിന്റെ ഫിനിഷിംഗിൽ നമുക്ക് ആ ആക്സറീസ് ഫുള്ളി ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മുടെ അപ്പുറത്ത് കണ്ട ആ ഒരു കോർണറിന് തന്നെ വേറെ ഒരു ടൈപ്പാണ്. ഒരു എസ് ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എസ്കോറോസിൽ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആണ്. ഇതും ആ ഒരു യൂസ് ചെയ്യുക തന്നെയാണുള്ളത്. നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കുന്നു, ജസ്റ്റ് അകത്തേക്ക് പുള്ളി ചെയ്യുന്നു, ഡോർ ക്ലോസ് ചെയ്യും. ശരി. പിന്നെ നമുക്ക് ഈ കിച്ചണിനകത്ത് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഇട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിക്കർ ബാസ്ക്കറ്റ്, ഒരു 3 ഡ്രോയർ വരുന്ന വിക്കർ ബാസ്ക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്താണോ ഇത് പോളിത്തീൻ ആണ് മെറ്റീരിയൽ. നമ്മൾ ഇൻസൈഡ് അതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വയറിംഗ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്കൊരു സ്റ്റോർ റൂം പോലെയൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കുറച്ച് എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് സ്റ്റോർ റൂമിനുള്ള സ്പേസ് ഇല്ല, എന്നാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു യൂണിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ ഷെൽഫുകളൊക്കെ റിമൂവബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിലേക്ക് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെ, നമുക്ക് വേണ്ടുന്ന ഹൈറ്റിൽ ഇത് എടുത്ത് വെച്ചിട്ട് കസ്റ്റമർക്ക് വേണ്ടുന്ന രീതിയിൽ യൂസ് ആക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ളതാണ് വരുന്നത്. ഇൻസൈഡ് ഷെൽഫുകളാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇത്ര നമ്പേഴ്സ് ഉണ്ടോ, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് ഷെൽഫുകളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഈ ഒരു 12 ഷെൽഫുകൾ ഫിക്സ്ഡ് ആയിട്ട് വരും. ഓക്കെ. പിന്നെ ഓവൻ ഒക്കെ വെക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡോർ ഉള്ള ടൈപ്പോ അല്ലെങ്കിൽ ഡോർ ഇല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പോ ടോൾ യൂണിറ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിൽ ഈ കണക്ഷൻ എടുക്കാനുള്ള ഹോൾഡറും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഓവൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഒരു ഷട്ടർ യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ടോപ്പിലേക്ക് ഓപ്പണിംഗ് വരുന്ന രീതിയിലുള്ള ഷട്ടർ യൂണിറ്റുകളുണ്ട്. ചെറിയ ടൈപ്പ് ഓവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം താഴെ വെക്കാനായിട്ട് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാൾ മൗണ്ടിൽ ഇതുപോലെ നമുക്കൊരു പീസ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഓവനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ലിഫ്റ്റ് അപ്പ് യൂണിറ്റിനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനെ ടോപ്പിലേക്ക് ഓപ്പണിംഗ് വരുന്ന രീതിയിലുള്ള ഡബിൾ ഡോറിന്റെ ഒരു ലിഫ്റ്റ് അപ്പ് യൂണിറ്റ് ബേസിക്കലി വരുന്നുണ്ട്. അതിന്റെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഈ എല്ലാ ആക്സസറീസും നമ്മുടെ ബെത്ത് ലിവിങ്ങിന്റെ ഓൺ പ്രോഡക്റ്റ്. അതെ, നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഫുള്ളി ആക്സറീസ് വരുന്നത്. ശരി. അതുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാറന്റി ക്ലെയിം ചെയ്യാനായിട്ട് നമ്മളൊരു തേർഡ് പാർട്ടി ഉള്ള ആക്സറീസ് സപ്ലൈ ചെയ്യുന്നവരായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർക്ക് ഈ വാറന്റിയിൽ എന്തെങ്കിലും ക്ലെയിം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതെ, നമുക്കിപ്പം ഈ ഒരു GTPT യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വാഷ് ചെയ്ത പാത്രങ്ങൾ വെള്ളം നനോട് കൂടി എടുത്ത് വെക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഈ മുകളിൽ പാത്രങ്ങളൊക്കെ വെക്കാം, താഴെ സാധനങ്ങൾ വെക്കാം. ഈ അടിയിലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രേ ഉണ്ടാവും. ഈ ട്രേക്കകത്ത് നമുക്ക് വെള്ളം സ്റ്റോർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ സിങ്കിലേക്ക് കളഞ്ഞിട്ട് തിരിച്ചെടുത്ത് വീണ്ടും വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പിന്നെ ഈ പ്ലേറ്റുകളൊക്കെ ഡ്രൈ ആയതിനു ശേഷം വേറെ എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ മാറ്റാം. ഇതിൽ വെച്ച് തന്നെ വേണമെങ്കിൽ യൂസ് ആക്കാനായിട്ട്. ഇതും ഈ ആക്സറീസ് നമുക്ക് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, നമുക്കിപ്പം ഇത് നമ്മുടെ മറ്റൊരു കിച്ചൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ SS 304 അല്ലെങ്കിൽ 202 ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഫിനിഷിംഗിലായിരിക്കും വരുന്നുണ്ടാവും. ഇതിപ്പം ഈ പറഞ്ഞോട്ട് പ്യുവർലി SS-ന്റെ രീതിയിൽ വരുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റ് ആണ്. ഇതിന്റെ ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിനകത്ത് ഡോർ മാത്രമാണ് SS വരുന്നത്. ഇൻസൈഡ് നമുക്ക് അതുപോലെ GI ആയിട്ട്, അതായത് പുറമേ നോക്കുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർക്ക് ഒരു SS കിച്ചൺ എന്ന രീതിയിൽ തോന്നണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്യാം.
ആ ഒരു പ്രൈസ് ഡിഫറൻസ് കസ്റ്റമറെ അഫക്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ശരി. ഫുള്ളി SS എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ട്. ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് നമുക്ക് ഇതുപോലെ ആ ഡിഫറൻസ് രണ്ടും കൂടെ വെച്ച് നോക്കാൻ നമുക്ക് അറിയാനായിട്ട്. അതെ അതെ. SS എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ കളർ ഓപ്ഷൻ ആണ് ആയിട്ടുള്ളത്. കളർ ടോപ്പിൽ ഇതിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിനിഷ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കിച്ചന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ ഒരു ഫിനിഷിംഗ് തന്നെയാണ്, SS പ്യൂർ ആയിട്ടുള്ള സ്റ്റീലിന്റെ ഫിനിഷിംഗ്. ഓക്കെ. പിന്നീട് നമുക്കിതിപ്പം അധികം മറ്റു മെറ്റീരിയൽ ഒന്നും കണ്ട് പരിചയമില്ലാത്തൊരു യൂണിറ്റ് ആയിരിക്കും, മോപ്പ് യൂണിറ്റ് എന്ന് പറയും. നമുക്കൊരു വീട്ടിലേക്കുള്ള ക്ലീനിങ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് എടുത്ത് വെക്കാം. ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്ത് ഇടാനും തിരിച്ച് വെക്കാനായിട്ടും പറ്റും. ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നനഞ്ഞിരിക്കുന്ന സാധനമായിരിക്കും. ഇത് കൊണ്ട് നമുക്ക് വെക്കുമ്പോഴത്തേക്കിന് അത്രയും സെക്യൂർ ആയിട്ടുള്ള ഏരിയയിൽ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റീലാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, നമുക്ക് വെള്ളം നനയോട് തന്നെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഫ്ലഡിന്റെ ടൈമിലൊക്കെ ഒരുവിധം വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ ഇത് കംപ്ലീറ്റ് കേടായി പോയിട്ടുണ്ടല്ലേ. ഇത് സംബന്ധിച്ചിടത്തോളം ഇത് വെള്ളത്തിൽ കിടന്നാലും ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ ഫ്ലഡ് സമയത്തെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, പത്തനംതിട്ടയിൽ നമുക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഒരു 10 ദിവസം വെള്ളത്തിൽ കിടന്ന ഒരു കിച്ചൺ നമുക്ക് ബേസിക്കലി ഉണ്ട്. നമ്മൾ അത് ഈസി ആയിട്ട് ഫ്ലഡ് കഴിഞ്ഞ സമയത്ത് വാട്ടർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിക്സ് ചെയ്തു. വേറെ യാതൊരു പ്രശ്നങ്ങളും അതിലില്ല. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തീ പിടിക്കില്ല, ഇത് ചെതലെടുക്കും എന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. അതെ അല്ലേ? അതെ. പിന്നെ എന്താ പറയുക, നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വേറെ എന്താണ് നമുക്ക് ഈ ഒരു SS നമുക്ക് കാണാനുള്ളത്? നമുക്കിനി അപ്പൊ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് GA ആണ് മെറ്റീരിയൽ. SS നമ്മൾ ബേസിക്കലി കിച്ചൺ ഏരിയസിൽ മാത്രമേ യൂസ് ചെയ്യുന്നു. GACയിൽ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്കുള്ള വാർഡ്രോബ്, ബെഡ്, കോട്ട്, മാട്രസ്, അതുപോലെ ഇൻക്ലൂഡിങ് റൂം സെപ്പറേറ്റർ ഉൾപ്പെടെ നമ്മൾ ഈ സ്റ്റീൽ വെച്ച് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ടോ? ഇത് ബേസിക്കലി നമ്മുടെ ഒരു ബെഡ്റൂമിന്റെ സെറ്റ് ആണ്. നമുക്ക് വാർഡ്രോബ്സ്, അതുപോലെ ബെഡ്, മാട്രസ് ഒക്കെ നമുക്കൊരു റൂമിലേക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ GA സ്റ്റീൽ തന്നെയാണ്, ഗാൽവനൈസ്ഡ് സ്റ്റീലിന്റെ ഡബിൾ ലെയർ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ബേസിക്കലി അവൈലബിൾ. ഇത് നമ്മുടെ നോർമൽ ഡോർ ഓപ്പണിംഗ് വരുന്ന യൂണിറ്റ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് സ്ലൈഡിംഗ് ഡോർ ബേസിക്കലി അവൈലബിൾ ആണ്. ശരി. ഇതിനകത്ത് ഈ നമുക്കിതിപ്പോ എല്ലാം സെപ്പറേറ്റ് യൂണിറ്റുകളാണ്. അതായത് ഈ ഒരു 3 ഡോർ ഒരു സെറ്റ് ആണ്, 3 ഡ്രോയർ സെപ്പറേറ്റ് ആണ്, ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ കസ്റ്റമർക്ക് ഇത് ഫുൾ ആയിട്ട് എടുക്കണമെന്നില്ല, അവരുടെ ഏരിയയിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ജസ്റ്റ് നമുക്ക് എടുത്ത് വെച്ച് ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ലൈഡിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഇതാണ് അല്ലേ? അതെ, ഇത് നമ്മുടെ സ്ലൈഡിംഗ് ഡോർ വാർഡ്രോബ് ആണ്. നമുക്ക് ഈ ഡോർ ഓപ്പണിങ്ങിനൊക്കെ ഉള്ള സ്പേസ് കുറവുള്ള ഏരിയസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. നമുക്കിതിപ്പം വേറെ ഒരു സ്ലൈഡിംഗ് ഡോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് നോർമൽ സ്ലൈഡിംഗ് ഡോറിന്റെ ഒക്കെ സ്ലൈഡർ താഴെ ആയിരിക്കും വരുന്നുണ്ട്. നമ്മുടെ ഇത് ഹാങ്ങിങ് ടൈപ്പ്. അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലീൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പൊടിയൊക്കെ കയറി കഴിഞ്ഞാൽ ഈ സ്ലൈഡർ പെട്ടെന്ന് കംപ്ലൈന്റ് ആയിപ്പോ. ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, നമുക്ക് ആ ഒരു രീതിയിൽ സോഫ്റ്റ് ക്ലോസിംഗ് ഒക്കെ ഫുൾ ടൈം വർക്ക് ആയിക്കൊള്ളു. ഇനി ഇപ്പം ഒരു കോട്ടിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇതിപ്പം നിങ്ങളുടെ ഓൺ മാട്രസ് ആണ് അല്ലേ? നമ്മുടെ ഓൺ മാട്രസ് ആണ്, നമ്മുടെ ഓൺ ബെഡ് ആണ്. ഇത് ബേസിക്കലി ഒരു ലിഫ്റ്റ് ബെഡ് ആണ്. നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. അതെ, ഇൻസൈഡ് സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലുള്ള ലിഫ്റ്റ് ബെഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഇത് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ സാധനത്തിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ടാണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് ഉദ്ദേശിച്ചൊരു സാധനമാണ്. ഇപ്പം ഇതൊരു ഒരു കിച്ചൺ, മോഡുലാർ കിച്ചന്റെ ലൈവ് ഡിസൈനിങ് ആണ് അത് നമ്മൾ കാണുന്നത്. ഇതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? നമുക്ക് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് ഒരു വീടിന്റെ പ്ലാനുമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിത്തിൻ 5 to 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അവരുടെ വീടിന്റെ ഫുള്ള് കംപ്ലീറ്റ് ഡിസൈൻ ഉൾപ്പെടുന്ന കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ലെങ്ത് വിഡ്ത് മാത്രം മതി ആ റൂമിന്റെ ആ ബേസിക് ഉള്ള കാര്യം, ലെങ്ത് വിഡ്ത് പിന്നെ പ്ലേസ്മെന്റ് ഡോറിന്റെ വിൻഡോയുടെ പ്ലേസ്മെന്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് വിത്തിൻ ഈ പറഞ്ഞോട് കിച്ചൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 to 4 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിന്റെ ഡിസൈൻ അപ്പോഴേ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞോട്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ ഓരോ യൂണിറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ടോപ്പിലേക്ക് നമ്മുടെ ഒരു എസ്റ്റിമേഷൻ കറക്റ്റ് ആയിട്ട് വരും. അതെ അതെ. അപ്പൊ അതിനുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കസ്റ്റമർക്ക് ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ കിച്ചൺ അവരുടെ ബഡ്ജറ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ ഈ പറഞ്ഞോട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ഇതിന് ഡിസൈൻ ചെയ്യുന്നതിന് അഡീഷണൽ ചാർജസോ കാര്യങ്ങളോ ഒന്നും കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്നതല്ല. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഈ ഡിസൈനും കൊട്ടേഷനും എല്ലാം നമ്മൾ കൊടുക്കുന്നത്. അടിപൊളി. ഓക്കെ ഓക്കെ. ഈ പുറകിലോട്ട് കാണുന്ന ശരിക്കും ഈ ഒരു ടേബിളും ചെയറും ഒക്കെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. അതെ, നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞോട്ട് TV യൂണിറ്റ് ഉണ്ട്, ബാത്റൂമിൽ വാഷ് ഏരിയയിൽ വെക്കുന്ന വാനിറ്റി യൂണിറ്റ്, അതുപോലെ റൂമിന്റെ സെപ്പറേറ്റർ, ഇതിനുള്ള ഫർണിച്ചർ ഉൾപ്പെടെ നമുക്ക് ഇപ്പൊ കറന്റ് അവൈലബിൾ ആവുന്നുണ്ട്. നമുക്ക് സ്റ്റീൽ വെച്ചുകൊണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്റ്റീൽ വെച്ചുകൊണ്ട് ഒരു വീടിന്റെ ഫുൾ ഇന്റീരിയർ വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ഹോം ഹാർമണി ഡീൽസ് അല്ലേ? അതെ. എന്താ സംഭവം? ഇത് ബേസിക്കലി നമ്മുടെ ഒരു ഓഫർ ആണ്. അതായത് നമുക്ക് ഒരു 2 BHK, അതായത് ആ ഒരു വീട്ടിലേക്കുള്ള കിച്ചൺ, അതുപോലെ 2 ബെഡ്റൂമിലെ വാർഡ്രോബ്സ്, അതേ ബെഡ്റൂമിലെ 2 ബെഡ്റൂമിലുള്ള കോട്ട്,
ഡൈനിങ് ടേബിൾ, അതിന്റെ കൂട്ടത്തിൽ 6 ചെയേഴ്സ്, ഇതെല്ലാം കൂടെ നമ്മളൊരു ബണ്ടിലായിട്ട് ഒരു ഓഫർ പ്രൈസിൽ, അതായത് 4,85 എന്നുള്ള ഒരു ഓഫർ പ്രൈസ്, 4,85,000 രൂപ ഓഫർ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്യാനായിട്ട് വരും. ശരി. ഇത് എൻ്റെ തന്നെ 3 BHK ഉണ്ട്. പിന്നെ നമ്മൾ ഈ കസ്റ്റമർക്ക് എന്തെങ്കിലും അഡീഷണൽ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഡിഡക്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ചെറിയ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഇത് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് പറയുന്നത്. ഒരു 2 BHK ചെയ്യുന്നതിന് നമുക്കൊരു 485 ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് ബെത്ത് ലിവിംഗ് കിച്ചന്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അനന്ത് ബ്രോയെ വിളിക്കാം. ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൂട്ടാം. അതുവരേക്കും ബൈ ബൈ.